പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പുതിയ നിയമം കൂടി വായിച്ചു തുടങ്ങിയാൽ ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 1 മുതൽ 3 വരെ ഉള്ള അധ്യായങ്ങൾ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വായന തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൻ്റെ മധ്യസ്ഥയാൽ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മൾ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. ജ്ഞാനം 9:10. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ ഞങ്ങളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ആമേൻ. എഫെസോസ് chapter 1:17. നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം കൂടി യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുതിയ നിയമം നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള പഠനമാണിത്, സുവിശേഷമാണിത്. മത്തായി എഴുതിയ സുവിശേഷം. ആമുഖം. യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തായി ഈ സുവിശേഷം രചിച്ചുവെന്നാണ് ആദ്യ നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസം. യഹൂദ മതത്തിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പലസ്തീനയിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രധാനമായി ഉദ്ദേശിച്ചാണ് മത്തായി ഈ സുവിശേഷം രചിച്ചത്. അക്കാരണത്താൽ നൂറ്റാണ്ടുകളിലൂടെ യഹൂദജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകനായി യേശുവിനെ ഈ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന ശീർഷകത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ക്രിസ്തുമതം യഹൂദമതത്തിൻ്റെ തുടർച്ചയും പരിപൂർത്തിയുമാണെന്ന് സ്ഥാപിക്കാനും സുവിശേഷകൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ യഹൂദ ജനത പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളിലെ മുഖ്യ പ്രമേയം. ഈ സ്വർഗരാജ്യമാകട്ടെ യഹൂദരുടെ ഇടുങ്ങിയ ദേശീയ ചിന്താഗതിക്ക് അതീതമായി മനുഷ്യവർഗത്തെ മുഴുവനും ആശ്ലേഷിക്കുന്ന രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതുമാണ്. മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മൂലരൂപം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ AD 75-നും 90-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തെ താഴെ കാണും വിധം വിഭജിക്കാം. യേശുവിൻ്റെ ജനനവും പരസ്യ ജീവിതത്തിന് തയ്യാറെടുപ്പും. 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 16. കന്യകയിൽ നിന്നുള്ള ജനനം, ജ്ഞാനികളുടെ ആരാധന, സ്നാപക യോഹന്നാൻ്റെ ദൗത്യം, യേശുവിൻ്റെ ജ്ഞാനസ്നാനം, മരുഭൂമിയിലെ പരീക്ഷ എന്നിവയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 2. യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും. പലപ്പോഴായി യേശു നൽകിയ പ്രബോധനങ്ങളുടെയും ദിവ്യവചസ്സുകളുടെയും സമാഹാരമായ ഗിരിപ്രഭാഷണം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ തുടങ്ങിയവ ഇതിൽ വിവരിക്കപ്പെടുന്നു. 3. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും. പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജെറുസലേത്തേക്കുള്ള യാത്ര, ജെറുസലേമിൽ വെച്ച് ജനപ്രമാണികളുമായുണ്ടായ ഏറ്റുമുട്ടൽ, ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാന പ്രബോധനങ്ങൾ, പീഡാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് അവസാന ഭാഗത്ത് വിവരിക്കുന്നത്. നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി, ഈശോയോടുള്ള നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് വായന ആരംഭിക്കാം. നമ്മുടെ രക്ഷകനായ യേശുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരട്ടെ. ആമേൻ. പുതിയ നിയമം
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. യേശുവിൻ്റെ വംശാവലി. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പെരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പെരസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഹോഷൻ്റെയും നഹ്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഒബേദിൻ്റെയും ഒബേദ് ജെസയുടെയും ജെസെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊരിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ രഹോബവാമിൻ്റെയും രഹോബവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോരാമിൻ്റെയും യോരാം ഓസിയായുടെയും ഓസിയ യോഥാമിൻ്റെയും യോഥാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയയുടെയും ഹെസക്കിയ മാനസയുടെയും മാനസെ ആമോസിൻ്റെയും ആമോസ് ജോസിയയുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേൽ സെറുബാബേലിൻ്റെയും പിതാവായിരുന്നു. സെറുബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയാക്കിമിൻ്റെയും ഏലിയാക്കിം അസോറിൻ്റെയും അസോർ സദോക്കിൻ്റെയും സദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും എലയാസർ മത്താൻ്റെയും മത്താൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. യേശുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്നു പേരിട്ടു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. ജ്ഞാനികളുടെ സന്ദർശനം. ഹെരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദോസ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു.
അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. രാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ചുവരവ്. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലവോസാണ് പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം. അധ്യായം 3. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസീയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അരപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു.
ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, നമ്മൾ ഇത് ഈ മത്തായിയുടെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചപ്പം നമുക്ക് ഈശോയുടെ വംശാവലി ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് എഴുതി ആരംഭിക്കുന്നത്. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെ പുത്രൻ ദാവീദ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മകനായിരുന്നു. അങ്ങനെ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഇവിടെ ജോസഫും മാതാവും തമ്മിലുള്ള വിവാഹം നിശ്ചയത്തിന് മുൻപ് തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ആണ് ഈശോയെ പരിശുദ്ധാത്മാവിനാൽ മാതാവ് ഗർഭിണിയായി കാണപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഔസേപ്പിതാവ് നീതിമാനായതുകൊണ്ട് മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സ്വപ്നത്തിലൂടെ ദൈവം അറിയിച്ച കാര്യങ്ങൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സെൻറ്റ് ജോസഫിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫിനെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് സ്വപ്നത്തിലൂടെയും നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും ശ്രവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, ദ റെഡീമർ അല്ലെങ്കിൽ ദ സേവിയർ. പിന്നെ എമ്മാനുവൽ എന്ന അർത്ഥവും നമ്മുടെ ഈശോയുടെ നാമത്തിനുണ്ട്. എമ്മാനുവൽ എന്നാണ് ഈശോ വിളിക്കപ്പെടുന്നത്. എന്തെന്നാൽ ദൈവം നമ്മോട് കൂടെ, ദൈവം മനുഷ്യനായി പിറന്ന് നമ്മോട് കൂടെ വസിച്ചു, നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ ദൈവത്തെ പോലെ ഈശോയെപ്പോലെ ആക്കുവാനും വേണ്ടി ഈശോയുടെ ആത്മാവിനാൽ നിറച്ച് നമ്മുടെ കൂടെ ഇപ്പോഴും ഈശോ വസിക്കുന്നു. ഈശോയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട്. പിന്നെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനികളുടെ സന്ദർശനമാണ്. ജ്ഞാനികൾ ഹെരോദാസ് രാജാവിൻ്റെ അടുത്ത് പോകുന്നു. അവിടെ അന്വേഷിക്കുന്നു, ഇങ്ങനെ യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ നക്ഷത്രം കണ്ട് അവർ യേശുവിനെ ആരാധിക്കാനായി പുറപ്പെട്ടു. പിന്നീട് അവർ ഹെരോദാസ് രാജാവിൻ്റെ അടുത്ത് തിരിച്ചു വരുന്നില്ല. ബിക്കോസ് അവർക്ക് മനസ്സിലായി ഹെരോദാസ് ഈശോയെ ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയതിനാൽ അവർ ഈശോയെ കണ്ടതിന് ശേഷം അവർ തിരിച്ചു പോകുന്നതായിട്ടാണ്. ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് 11-ാം വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നമ്മളുടെ കൂടെ എപ്പോഴും നമ്മുടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിലും നമ്മുടെ കൂടെയും ആയിരിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈശോയെ തന്നെയാണ് നമ്മൾ കൂടെ ആക്കിയിരിക്കുന്നത്. മാതാവാണ് ഈശോയിലേക്കുള്ള നമ്മുടെ മാർഗം. പിന്നെ ആ വാക്യത്തിൽ തന്നെ അതിൻ്റെ 11b കാണുന്നുണ്ട്. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഈ 3 കാര്യങ്ങൾ, പൊന്ന് ഈശോയുടെ രാജ്യത്വത്തെയും, കുന്തിരിക്കം ഈശോയുടെ പൗരോഹിത്യത്തെയും ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡിനെയും, മീറ ഈശോയുടെ മരണത്തെയും ഈശോ
കുരിശിൽ മരിച്ച് നമ്മളെ വീണ്ടെടുക്കുന്നതിനെയും സൂചിപ്പിക്കുന്നതാണ്. വീണ്ടും നമുക്ക് കാണാം, നമ്മുടെ ഔസേപ്പിതാവ് ഹെരോദസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ ദർശനത്തിലും ദൈവം ജോസഫിനോട് പറയുന്ന കാര്യങ്ങൾ ജോസഫ് ശ്രദ്ധയോടെ അത് ശ്രവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. നമുക്കിവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ബാപ്റ്റിസത്തെക്കുറിച്ച് ഓർക്കാം. നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് ബാപ്റ്റിസത്തിലൂടെ നമ്മൾ ഈശോയുടെ മക്കളായി മാറിയത്. അത് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല. അത് ഈശോയുടെ തിരഞ്ഞെടുപ്പാണ്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഛായയിലെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും നമ്മളെ ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ജ്ഞാനസ്നാനത്തിലൂടെ മാറ്റുകയും ചെയ്ത നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണമാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ സ്നാപക യോഹന്നാനെ പോലെ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ജീവിക്കാം. നമ്മുടെ ഈശോയെ മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത്. ഈശോയാണ് ഏകരക്ഷകൻ എന്ന് ലോകമെമ്പാടും അറിയിക്കാനുള്ള ആ വലിയ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈശോയുടേതാക്കി മാറ്റിയിരിക്കുന്നതും. ഈശോയെപ്പോലെ ജീവിച്ച് മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുത്ത് നമ്മളെല്ലാവരും ഈശോയെ അറിയില്ലാത്തവർ നമ്മളിലൂടെ ഈശോയെ മനസ്സിലാക്കി സുവിശേഷം നമ്മൾ ജീവിച്ചും സുവിശേഷം പ്രഘോഷിച്ചും ഈശോയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളും മറ്റുള്ള എല്ലാ ജനങ്ങളും നിത്യജീവൻ നേടാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ വിളി. അപ്പോൾ ഇവിടെ സ്നാപക യോഹന്നാൻ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ നമ്മളും മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കേണ്ടതുണ്ട്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം വീണ്ടും നമുക്ക് നോക്കുമ്പോൾ, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. ഇവിടെ ഈശോ നമ്മളെ ഈശോയുടെ ആത്മാവിനാലാണ് സ്നാനപ്പെടുത്തിയത്. 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇതുപോലെയാണ് നമ്മളെയും ദൈവം ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയുടെ ആത്മാവിനെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മാവിലാൽ പുതിയൊരു ജീവിതം നമ്മൾ ആരംഭിക്കുന്നു ജ്ഞാനസ്നാനത്തിലൂടെ. പിന്നീട് നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത്. പതിനേഴാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇത് പിതാവായ ദൈവത്തിൻ്റെ സ്വരമാണ് ഈശോയെക്കുറിച്ച്. അതുപോലെ തന്നെയാണ് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം പറയാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കേണ്ടതും. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇങ്ങനെ ഇവൾ അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയാനിടയാകട്ടെ. ആമേൻ. നമ്മൾക്ക് ഇത്രയും നേരം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ
ഈശോ തന്ന വലിയ കൃപയെ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ലവ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, അഡോർ യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പിതാവായ ദൈവമേ, പുത്രനായ ഞങ്ങളുടെ രക്ഷകനെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. താങ്ക്സ് be to God.